ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണം, ഞങ്ങൾ സുഖമായിരിക്കേണ്ട. അപ്പോൾ ഇതൊരു ഡ്രസ്സ് എടുക്കൽ വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് കല്യാണ വീഡിയോ ബോറടിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. അതാ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും തീരുമാനം പ്രമാണിച്ച് നമ്മൾ ഗൃഹ ഡിസൈൻസിക്കാനായിട്ട് എത്തിയേക്കുന്നത്. അപ്പോൾ ചേച്ചിയും ചേട്ടനും തിരുവല്ലയിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം വൈകുന്നതായിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അനിയത്തിയും കൂടി വരാനുണ്ട്. അപ്പോൾ അവളെയും കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ളിൽ ഉള്ളിൽ കയറി ഇരിക്കാൻ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഉള്ളിലാകുമ്പോൾ AC കൊണ്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ലിഫ്റ്റൊക്കെ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ ആണെന്ന് തോന്നുന്നു സാരിയുടെ സെക്ഷൻ അവിടേക്ക് പോകണ്ട. അപ്പോൾ എല്ലാവർക്കും സാരി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാരി സെക്ഷനിലേക്ക് എത്തി. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടാ. അങ്ങനെ ചേച്ചി സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നോക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അമ്മയ്ക്ക് കിട്ടിയില്ല, തൃപ്തിപ്പെട്ടില്ല അമ്മയ്ക്ക്. അത് ഞാൻ അനിയത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവൾക്ക് ഗ്രീൻ വേണം, ബ്ലൂ വേണം. അപ്പോൾ ഏതാണോ ഭംഗി നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ലാസ്റ്റ് അവൾ ഗ്രീൻ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ എടുത്തപ്പോൾ രണ്ടെണ്ണം ഒരേപോലെ തോന്നുന്നു. അങ്ങനെ ഏത് വേണമെന്നും അതും കൺഫ്യൂഷൻ. അങ്ങനെ അതാ അവളെടുത്തിട്ടുണ്ട്. അതേപോലെ ചേച്ചിയും വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിമാർക്കും അനിയത്തിക്കൊക്കെ വേഗം കിട്ടി. അമ്മയ്ക്ക് കിട്ടാനായിരുന്നു പാട്. പക്ഷേ അമ്മയ്ക്ക് വിചാരിച്ചത് കിട്ടാത്ത കാരണം അമ്മേനെ അടുത്ത ഷോപ്പിൽ നോക്കൂട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് ബില്ലടിച്ച് ഇറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ അണ്ടർസ്കേർട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വയറ് നിറയ്ക്കണമല്ലോ. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ നോൺ വെജ് ഇല്ല, വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് നോൺ വെജ് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ നോൺ വെജ് തപ്പി നടക്കണ്ട. അങ്ങനെ വേറൊരു ഹോട്ടലിലെത്തി. നല്ല വെൽക്കമിങ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായുള്ളൂ. നമ്മൾ കയറിനേക്കാൾ മുന്നേ ഒരാഴ്ച മുന്നേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ നല്ല വെൽക്കമിങ് ഒക്കെ ആയിരുന്നിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ കയറിയിരുന്നു. മെനു കാർഡൊക്കെ നോക്കണം. മെനു കാർഡ് നോക്കിയാലും ലാസ്റ്റ് നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ എത്തുള്ളൂ. അങ്ങനെ അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണിയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവർ നമുക്ക് സ്റ്റാർട്ടറായിട്ട് പച്ചമാങ്ങ ജ്യൂസും പാൻ കേക്കും ഉണ്ട് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. അത് കുടിച്ച് ഒരു പാൻ കേക്ക്, എന്ത് പാൻ കേക്കാണെന്നറിയില്ല, എനിക്ക് ബനാന, അത് എനിക്ക് മനസ്സിലായില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായി എന്തായാലും. അത് കഴിച്ചപ്പോഴേക്കും നമ്മുടെ ഫുഡ് കൊണ്ടുവന്ന് ചിക്കൻ ബിരിയാണി, മുറം ചിക്കൻ ബിരിയാണി അങ്ങനെ തോന്നുന്ന പേര്. അങ്ങനെ നല്ല പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും നല്ല ഇതായിരുന്നു. അത് ഞാൻ അവിടെ നേരെ ഇറങ്ങി നമ്മൾ ബസ് പിടിച്ചിട്ട് എവിടേക്ക് രാധാകൃഷ്ണയ്ക്ക് എത്തിയിട്ടാ. അതെന്ന് വെച്ചാൽ അനിയത്തിമാർക്കും പിന്നെ ബാക്കിയുള്ളവർക്ക് അണ്ടർസ്കേർട്ട് അങ്ങനത്തെ ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ അവിടെ എത്തി അനിയത്തിമാർക്കുള്ള മെറ്റീരിയൽ നോക്കി എല്ലാവരും അവരവരത് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉർവശിക്കുണ്ട് പോയത്. ഉർവശിയിൽ നമ്മൾ ഓർണമെൻറ്റ്സ് നോക്കാനായിട്ടാണ്. അപ്പോൾ ഇത് മുന്നേ കാണിച്ച വീഡിയോ പോലെ തന്നെ സാമ്യം ഉണ്ടാവും, പക്ഷേ ഇത് വേറെ ക്ലിപ്പുണ്ട്. അങ്ങനെ അവിടെ കയറി ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്തു. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി പർച്ചേസും വീഡിയോ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.